ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രിഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കുക, എത്ര സെൻറ്റിമീറ്ററാണ് എടുക്കുക, അതുപോലെ ക്രോസ് ആയി ഗ്രിഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിന് സെൻറ്റിമീറ്റർ ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംശയമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളും. ഞാൻ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഐഡിയ ഇവിടെ കാണിക്കുന്നതും കൂടെ ഉണ്ട്. എടുക്കുന്ന അളവും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് വരയ്ക്കുക. പിന്നെ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഔട്ട്ലൈൻ കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ചൊന്ന് ലോങ് കൂടിയാണ്. ഞാൻ നേരത്തെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിട്ട് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കാണില്ല. ഞാൻ പറയാറുണ്ട് ആ വീഡിയോ കണ്ട് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. എന്നാലും ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് കാണിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഈ ഫേസിൻ്റെ ഏകദേശം ഒരു ഇത്ര ഭാഗത്താണ് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ ഉള്ളിൽ വരുന്നത് കോളംസാണ് നമ്മൾ ക്രോസ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോളംസാണ് നമുക്ക് ഗ്രിഡ് ലൈൻസ് വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കേണ്ടത്, ആ ഒരു കോളംസ് കറക്റ്റായിട്ട് എണ്ണി എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം നിങ്ങൾ ആ ഒരു റെഫറൻസ് ഇമേജിൽ കോളംസ് എണ്ണി നോക്കിയിട്ട് ആ ഒരു എണ്ണം കറക്റ്റായിട്ട് നിങ്ങൾ പേപ്പറിലെ ആ ഒരു കോളംസിലും മാർക്ക് ചെയ്യുക. എടുത്തിട്ട് എണ്ണി എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ കോളമാണ് വരുന്നത്. അതായത് മുകളിൽ നിന്ന് വലത്തേക്ക് മൂന്നാമത്തെ കോളത്തിലാണ് ആ ഒരു ഫേസിൻ്റെ അത്ര ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊട്ട് താഴോട്ടുള്ള എത്രാമത്തെ കോളത്തിലാണ് നമുക്ക് വരയ്ക്കേണ്ട ആ കോളംസ് നോക്കുക. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നാലാമത്തെ കോളത്തിലാണ് നമുക്ക് ആ ഒരു കോളംസ് വരയ്ക്കേണ്ട ഭാഗം. അപ്പോൾ നമുക്ക് അവിടെ വന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഒരു കോളം തൊട്ട് ഫേസ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ആ ഭാഗം തീരുന്ന ഭാഗം വരെ എത്ര കോളമാണെന്ന് എണ്ണി നോക്കുക. അതും കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അതും 4 കോളമാണ് വരുന്നത്. പിന്നെ അവിടെ നമുക്ക് താഴേക്ക്, അതായത് നമ്മൾ ആ താടി വരെയുള്ള ഭാഗം എത്ര കോളംസാണ് നമുക്ക് വേണ്ടത്, ആ കോളം നമ്മൾ കറക്റ്റായിട്ട് എണ്ണി എടുക്കുക. അപ്പം ഏകദേശം ഒരു 5 കോളംസ് നമുക്ക് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താടിയുടെ എൻഡ് വരെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കറക്റ്റ് 5 കോളംസ് മാർക്ക് ചെയ്യുക. പിന്നെ ഇങ്ങോട്ടും അത് നമുക്കറിയാമല്ലോ, ആ ഒരു ഭാഗം തന്നെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടുള്ള 4 കോളംസ് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്ത അത്രയും കോളംസിലെ ആ ഒരു ഭാഗങ്ങൾ നമുക്ക് ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കാമെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ചെരിച്ച് വെച്ചിട്ട്, അതായത് നമ്മൾ ആ കോളോട് കോൺ ചേർത്തിട്ട് വരച്ച് പോയാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് അറിയേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് വരച്ചിരിക്കുന്നത് ഓരോ കോളംസും. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇനി അളവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചെടുത്താൽ മാത്രം മതി. ഇത് സിമ്പിളാണ്. ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് കരുതുന്നു. നമ്മൾ ഒരുപാട് തെളിച്ച് വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇനി നമുക്ക് വരച്ച് തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന്, അതായത് നമ്മൾ ക്രോസ് ലൈൻസ് വരച്ചതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കോളത്തിൽ തന്നെ നമ്മൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഔട്ട്ലൈൻ നമുക്ക് ഏത് കോളത്തിൽ നിന്ന് വേണമെങ്കിലും ചെയ്ത് തുടങ്ങാം. ഇന്ന കോളത്തിൽ നിന്ന് ചെയ്ത് തുടങ്ങാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വരച്ച് തുടങ്ങാൻ ഇഷ്ടമെങ്കിൽ ആ ഒരു ഭാഗം തന്നെ വരച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെ വരച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ. പലരും കണ്ണൊക്കെ വരച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനും പല ഡ്രോയിങ്ങിലെ കണ്ണ് തന്നെ ആദ്യം വരച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തുടങ്ങി കിട്ടാൻ വേണ്ടി, അതായത് കറക്റ്റായിട്ട് ആ ഒരു കോളം കറക്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പം ആ ഒരു കോളത്തിൽ തന്നെ വരച്ച് തുടങ്ങിയേക്കുന്നത്. പിന്നെ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെഫറൻസ് ഇമേജിലെ കോളവും നിങ്ങൾ വരയ്ക്കുന്ന പേപ്പറിലെ കോളവും സെയിം ആയിട്ട് ആ കോളം തന്നെ ആയിരിക്കണം. അതായത് മാറിപ്പോവില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് നിങ്ങൾ പിന്നീട് മാറ്റി വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കോളം കറക്റ്റായിട്ട് തന്നെ എണ്ണി എടുത്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചിലരൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ റെഫറൻസ് ഇമേജിൽ
നമ്പേഴ്സും അതുപോലെ പേപ്പറിൽ നമ്പേഴ്സ് ഇട്ട് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ നോക്കിയിട്ട് ആ കോളം കറക്റ്റായിട്ട് നമുക്ക് നോക്കി വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്കൊരു തപ്പൽ വരും. നമുക്ക് ഏത് കോളമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വരയ്ക്കുന്ന കോളം ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മായ്ച്ചിട്ട് വരയ്ക്കേണ്ടി വരും. നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു കോളം കണ്ടിന്യൂ ചെയ്ത് വരച്ചങ്ങ് പോയാൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഫുള്ളായിട്ട് നോക്കുക. എവിടെയെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് പോയാൽ മതി. ഇപ്പോൾ കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യം ജസ്റ്റ് ആ ഒരു ഷേപ്പ് വരച്ച് പോയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അവസരം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഒരു ഡ്രോയിങ്ങിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഔട്ട്ലൈനാണ്. അപ്പം ഔട്ട്ലൈൻ എത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കുക. നല്ല സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഔട്ട്ലൈന് നല്ല രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, വരച്ചെടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഡ്രോയിങ് നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് വരച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.